ED ഉദ്യോഗസ്ഥൻ ഒന്നാം പ്രതിയായ കൈക്കൂലി കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായി വിജിലൻസ് ഉദ്യോഗസ്ഥർ കൊച്ചി ED ഓഫീസിൽ നേരിട്ടെത്തി പരാതിക്കാരനെതിരായ PMLA കേസിന്റെ വിവരങ്ങൾ തേടിയാണ് വിജിലൻസ് എത്തിയത്. കൈക്കൂലി കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്ന് വിജിലൻസ് SP S ശശിധരൻ പറഞ്ഞു. കേസ് ഒതുക്കാൻ ഇടനിലക്കാർ വഴി ED ഉദ്യോഗസ്ഥൻ ശേഖർ കുമാർ കൈക്കൂലി വാങ്ങിയെന്ന് ചൂണ്ടിക്കാട്ടി വ്യവസായി അനീഷ് ബാബു നൽകിയ പരാതിയിൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിജിലൻസ് സംഘം കൊച്ചി ED ഓഫീസിലെത്തിയത്. പരാതിക്കാരനെതിരായ PMLA കേസിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് വിജിലൻസ് കഴിഞ്ഞ 22-ന് EDക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ എന്തൊക്കെ വിവരങ്ങളാണ് വേണ്ടത് എന്ന് വ്യക്തത വരുത്തണമെന്നായിരുന്നു EDയുടെ മറുപടി. ഇതേ തുടർന്നാണ് PMLA കേസിലെ ECIR അനീഷ് ബാബുവിന് അയച്ച സമൻസിന്റെ വിശദാംശങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ തേടി വിജിലൻസ് വീണ്ടും EDക്ക് കത്ത് നൽകിയതെന്ന് SP S ശശിധരൻ അറിയിച്ചു. നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു റെക്കോർഡ്സ് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ചോദിക്കൂ, അപ്പോൾ ഞങ്ങൾ വേണ്ട നോക്കിയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് സ്പെസിഫിക് ആയിട്ട് വേണ്ട റെക്കോർഡ്സ് എന്നൊക്കെയാണ് അത് തരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസേഴ്സ് ഒരു ലെറ്റർ കൊടുക്കാൻ പോയതാണ്. നമുക്ക് ഈ കേസിലേക്ക് വേണ്ട കാര്യങ്ങൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അനുവദിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് പോയി ലെറ്റർ കൊടുത്തത്. കേസിൽ നേരത്തെ അറസ്റ്റിലായ ഇടനിലക്കാരിൽ നിന്ന് ലഭിച്ച മൊഴികൾ വിശദമായി വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. ഇവരിൽ നിന്നും കണ്ടെടുത്ത ഗാഡ്ജറ്റുകളുടെ വിശദ പരിശോധനാ ഫലവും ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിച്ച ശേഷം ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും SP സൂചന നൽകി. അതേസമയം മറ്റ് ED ഉദ്യോഗസ്ഥർക്കെതിരായ കൈക്കൂലി ആരോപണത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും SP S ശശിധരൻ അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.